എന്നെ രക്ഷിക്കണം. മസ്തിഷ്ക മരണം ഞാൻ കണ്ടു ഗൈസ്. ഇതാ തെളിവ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് മൂവി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ പറയുന്ന കാലഘട്ടം കാണിക്കുന്നത് 2046 എങ്ങനെ ഒരു കൊച്ചി എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. കൊച്ചി മെട്രോ അങ്ങനെ പല പല കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ അത് ചെയ്യാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റോറി വൈസ് പറയാനാണെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റാണ് ഈ ടീം നടത്തിയിരിക്കുന്നത്. ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് ലാഗ് ഫീൽ ചെയ്തിരുന്നു. ബട്ട് ഓവറോൾ ആക്ടിങ് വൈസ് ആണെങ്കിലും ഒരു കോസ്റ്റ്യൂംസ് എനിക്ക് അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ മൂവിക്ക് പ്ലസ് ആയിട്ട് തന്നെ വന്നു. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു സ്വീകാര്യത കുറവ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നു. ബട്ട് രജിഷ വിജയനും ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ അഭിനയിച്ച് ആ പോരായ്മകളൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനൊരു റിവ്യൂ പറയാനാണെങ്കിൽ സ്റ്റോറിക്ക് എനിക്കൊരു 8 കൊടുക്കാം. കോസ്റ്റ്യൂം 9, സിനിമാറ്റോഗ്രഫി 8, പിന്നെ സസ്പെൻസ് എലമെൻറ്റ്സ് കുറവായിരുന്നു 7, എൻ്റർടൈൻമെൻറ്റ് 8 ആൻഡ് ഓവറോൾ ഐ ക്യാൻ ഗീവ് 8 points ഫോർ ദിസ് മൂവി. സോ ഡു വാച്ച് മസ്തിഷ്ക മരണം ഇൻ തിയേറ്റേഴ്സ് നിയർ യു.